കാശ്മീരിനെ പ്രത്യേക രാജ്യമാക്കാൻ സോണിയാഗാന്ധി ഇന്ത്യ വിഭജിക്കാനുള്ള ശക്തികളുമായി ചേർന്ന് പ്രവർത്തിച്ചുവെന്ന് ഗുരുതര ആരോപണം. ഇന്ത്യയിലെ ജനാധിപത്യം തകർത്ത് സിറിയ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് മോഡൽ രീതിയിലേക്ക് ആസൂത്രണം ചെയ്യുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് സൂത്രധാരൻ ജോർജ് സോറസുമായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ശശി തരൂരും സഹകരിച്ചുവെന്ന വെളിപ്പെടുത്തൽ. ബ്രേക്കിംഗ് ന്യൂസ്. ഇന്ത്യ വിഭജിക്കുവാനുള്ള വിദേശ ശക്തികളുടെ ആവശ്യങ്ങൾക്ക് സോണിയാഗാന്ധിയുടെ പിന്തുണ ഉണ്ട് എന്നുള്ള നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ വിഭജനം അത് പഞ്ചാബ് അധിഷ്ഠിതമായി ഖലിസ്ഥാൻ, മറ്റൊന്ന് കാശ്മീർ സ്വതന്ത്ര രാഷ്ട്രമാക്കുക, മറ്റൊരു വാദമുഖം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത് സൗത്ത് ഇന്ത്യ കട്ടിംഗ് സൗത്ത് എന്നുള്ള ആശയം. ഇത്തരത്തിൽ ഡിസ്മാന്റിലിംഗ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിഭജനം എന്നുള്ള ഒരു ശക്തി വിദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം ശക്തികളുമായിട്ട് മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ട് എന്ന് BJPയുടെ സുപ്രധാനമായിട്ടുള്ള ആരോപണം വന്നിരിക്കുന്നു. മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് അമേരിക്കൻ ബില്യണറായിട്ടുള്ള ഇന്ത്യയിൽ അസ്ഥിരതയുണ്ടാക്കുവാനും ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇവിടെ പട്ടാള ഭരണമോ അല്ലെങ്കിൽ വലിയ അടിയന്തരാവസ്ഥ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാനുള്ള അമേരിക്കയുടെ ഗൂഢതന്ത്രം മെനയുന്ന ജോർജ് സോറസുമായി ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ നിർണായകമായ ആരോപണം വന്നിരിക്കുകയാണ്. കാശ്മീരിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കുക എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന ശക്തികളുമായി സോണിയാഗാന്ധി ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ശക്തികൾ ഇടപെടുമ്പോൾ സോണിയാഗാന്ധി അതിനെ അനുകൂലിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒന്നിച്ചു നിൽക്കുകയും ചെയ്തു എന്ന ആരോപണം ഉന്നയിക്കുന്ന ഒരു എക്സ് പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആരോപണം മുമ്പും കോൺഗ്രസിനെതിരെ ഉയർന്നിരുന്നു. പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നടത്തിയത് വിദേശ ഫണ്ട് ഉപയോഗിച്ചാണ്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്ന ജോർജ് സോറസ് ഉൾപ്പെടെയുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നടത്തിയതെന്നും ഏകദേശം 100 കണക്കിന് കോടി രൂപ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിലുള്ള യാത്രയ്ക്ക് വാഹനവും മറ്റ് സൗകര്യങ്ങളും ആഡംബരങ്ങളും ആയിട്ട് ചെലവഴിച്ചു എന്നുള്ള ആരോപണം ഇപ്പോൾ ലൈവാക്കി നിർത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയുടെ നിയുക്ത മുഖ്യമന്ത്രി ഫട്നാവിസ് ആണ്. അദ്ദേഹം പറയുന്നത് വിദേശത്ത് നിന്ന് വലിയ തോതിലുള്ള ഫണ്ടാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് ലഭ്യമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 100-ലധികം NGOകൾ ഇത്തരത്തിലുള്ള ഫണ്ട് കോൺഗ്രസിന് കൈമാറുന്നതിന് കൂട്ടുനിന്നു. ഇത്തരത്തിലുള്ള മുഴുവൻ NGOകളും അടച്ചു പൂട്ടി സീല് ചെയ്യും മഹാരാഷ്ട്രയിൽ എന്നാണ് നിയുക്ത BJPയുടെ അവിടുത്തെ മുഖ്യമന്ത്രി ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 10 ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്ന് BJPയുടെ MP നിഷാകാന്ത് ദുബൈ പറഞ്ഞിരിക്കുകയാണ്. മാധ്യമ പോർട്ടലായിട്ടുള്ള അന്തർദേശീയ മാധ്യമ പോർട്ടലാണ് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് എന്നുള്ളത്. ഇത് അമേരിക്കയുടെ ഒരു സൈറ്റാണ്. ഇതിനകത്ത് വ്യവസായിയും ഇതിനകത്തെ പ്രധാനപ്പെട്ട ആളും ഇന്ത്യയിലെ പ്രതിപക്ഷവുമായി ഒത്തുകളിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാനും ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുവാനും ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് ഈ ഫണ്ടിന് ജോർജ് സോറസുമായി വലിയ ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ പോർട്ടലുകൾ, വിദേശ മാധ്യമങ്ങൾ തന്നെ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകൾ ഉന്നയിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നിരുന്നു കഴിഞ്ഞ ദിവസം. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസവും BJP നേതാക്കൾ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇന്നലെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ആരോപണം സജീവമായിരിക്കുകയാണ്. ഇന്ത്യയെ വിഭജിക്കുവാൻ സോണിയാഗാന്ധി വിദേശ ശക്തികൾക്ക് ഇത്തരം ശക്തികളുമായി ചേർന്ന് പ്രവർത്തിച്ചു. ഇത് ഗുരുതരമായിട്ടുള്ള ആരോപണം. കാശ്മീർ പ്രത്യേക രാഷ്ട്രമാക്കുവാനുള്ള ജോർജ് സോറസ്, അമേരിക്കയിലെ ശക്തികൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് സോണിയാഗാന്ധിയും കോൺഗ്രസും ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നു. മാത്രമല്ല ലോക്സഭയിൽ കോൺഗ്രസിനോട് 10 ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് BJPയുടെ MP നിഷാകാന്ത് ദുബൈ പറയുമ്പോൾ വിഷയം ഗുരുതരമാണ്. മുമ്പ് നമുക്കറിയാം നിരവധി ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ ഉന്നയിക്കുകയും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാനും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർക്കുവാനും നിതാന്ത പരിശ്രമം നടത്തിയ ആളാണ് അമേരിക്കൻ ബില്യണർ ജോർജ് സോറസ്. ജോർജ് സോറസിന്റെ
ഫണ്ട് കൈപ്പറ്റുന്ന മാധ്യമങ്ങൾ ഇന്ത്യയിൽ ധാരാളമുണ്ട്. ഇന്ത്യയിലെ നിരവധി മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ ജോർജ് സോറസ് അദ്ദേഹത്തിന്റെ ഫണ്ട് കൊടുക്കുക, അതിനുശേഷം ഇന്ത്യക്കെതിരായിട്ടും നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരായിട്ട് നിരന്തരം വാർത്തകൾ ഉണ്ടാക്കുക, അത്തരം രീതിയിൽ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഇടപെട്ട് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിനെ തകർത്ത് ആ തകർച്ചയിൽ നിന്ന് വിദേശ കമ്പനികൾക്ക് വലിയ തോതിൽ കുറഞ്ഞ വിലയിൽ ഇന്ത്യയുടെ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങിക്കൂട്ടുക, ഇത്തരത്തിലുള്ള ഗൂഢാലോചന അന്തർദേശീയ തലത്തിൽ ആവിഷ്കരിച്ചത് അമേരിക്കയിലെ കോടീശ്വരനായിട്ടുള്ള ജോർജ് സോറസ് ആണ്. ഈ ജോർജ് സോറസിന്റെ ഫണ്ട് കൈപ്പറ്റുന്ന മാധ്യമ ശൃംഖലകളിൽ കേരളത്തിലെ വിവിധ മാധ്യമ പ്രവർത്തകർക്കെതിരെ ആരോപണമുണ്ടായിരുന്നു. കട്ടിംഗ് സൗത്ത്, അതായത് ഇന്ത്യ വിഭജനം ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ BJP ഉന്നയിക്കുമ്പോൾ കേരളത്തിലാണ് കട്ടിംഗ് സൗത്ത് എന്ന പ്രോഗ്രാം നടത്തിയത്. അതായത് ഇന്ത്യയുടെ ഭൂപടം ആ പരിപാടിയിൽ രണ്ടായിട്ട് പെയിന്റ് അടിച്ച് വേർതിരിച്ച് രേഖപ്പെടുത്തുകയായിരുന്നു. ഇത്തരത്തിൽ ഇന്ത്യ ഭൂപടം കറുപ്പും വെളുപ്പും അടിച്ച് സൗത്തിനെയും നോർത്തിനെയും രണ്ടാക്കി മാറ്റി നിർത്തിക്കൊണ്ട് മുകളിൽ കട്ടിംഗ് സൗത്ത് കമ്മിങ് സൂൺ എന്നുള്ള തലക്കെട്ടുമായി അവതരിപ്പിച്ച പരിപാടിയുടെ സംഘാടകയായിരുന്നു പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള ഒരു മാധ്യമ പ്രവർത്തക ആയിട്ടുള്ള ധന്യ രാജേന്ദ്രൻ. ഇവർ ഒരു ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഓൺലൈൻ പോർട്ടൽ നടത്തുന്ന ആളാണ്. ആളും അർത്ഥവും ഒന്നുമില്ലാതെ സാമ്പത്തികമായിട്ട് ഒരു ലാഭവുമില്ലാത്ത അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഒന്നുമില്ലാത്ത ഒരു ഓൺലൈൻ ഇംഗ്ലീഷ് പോർട്ടൽ നടത്തുന്ന ഇവർ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. മാത്രമല്ല നരേന്ദ്രമോദി സർക്കാരിനും കട്ടിംഗ് സൗത്ത് എന്ന ആശയം ഉന്നയിച്ച് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിലും ഇവർ മുൻപന്തിയിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത കൈവന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും നടക്കുന്ന ശിഥിലീകരണ സിദ്ധാന്തങ്ങൾ, ഒന്ന് ഖലിസ്ഥാൻ വാദം, രണ്ടാമത് കട്ടിംഗ് സൗത്ത്, മൂന്നാമത് കാശ്മീരുമായി ബന്ധപ്പെട്ടുള്ള കാശ്മീരിനെ സ്വതന്ത്ര രാജ്യം ആക്കണം എന്നുള്ള അവകാശവാദം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സോണിയാഗാന്ധിയും മറ്റും ഇടപെട്ടു എന്നുള്ള വളരെ വിവാദകരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോണിയാഗാന്ധി കാശ്മീർ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്ന ആശയത്തെ പിന്തുണച്ചു എന്ന് BJPയുടെ MP ഇപ്പോൾ ആരോപിക്കുന്നു. മാത്രമല്ല രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ നേതാവ് കൂടിയായിട്ടുള്ള സോണിയാഗാന്ധി അതിന്റെ അധ്യക്ഷ സ്ഥാനം ജോർജ് സോറസ് ഫൗണ്ടേഷനുമായി ഒരു പങ്കാളിത്തത്തിലേക്ക് നയിച്ചു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും ജോർജ് സോറസിന്റെ ഇന്ത്യയെ തകർക്കുവാൻ, ഇന്ത്യയിൽ ഒരു പട്ടാള ഭരണം കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ ഒരു ശിഥിലീകരണം അല്ലെങ്കിൽ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇന്ത്യയിലെ ജനാധിപത്യം തന്നെ തകർക്കുവാനോ ഉള്ള നീക്കങ്ങൾ നടത്തുന്ന ജോർജ് സോറസ് ഫൗണ്ടേഷനുമായി ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള സഹകരണം കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ പുലർത്തി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഇതേ കേന്ദ്രങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക സോഴ്സായിട്ടുള്ള അദാനിയെ തകർക്കുവാനുള്ള നീക്കങ്ങൾ നടത്തിയത്. അദാനിയെ വിമർശിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നിരവധി തവണ ജോർജ് സോറസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ OCC-RPCയും നിരവധി വ്യാജ വാർത്തകൾ കൊടുത്തിരുന്നു എന്നും ഇപ്പോൾ BJP ആരോപിക്കുകയാണ്. കോൺഗ്രസ് MP ശശി തരൂരും ജോർജ് സോറസുമായി നിരന്തരമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ MP ഇന്ത്യയെ ശിഥിലമാക്കുവാൻ അജണ്ടകൾ തയ്യാറാക്കുന്ന അമേരിക്കൻ കോടീശ്വരൻ ജോർജ് സോറസിന്റെ സുഹൃത്താണ്. ഇത് ശശി തരൂർ തന്നെ ഏതാനും 2019-20 വർഷങ്ങളിൽ നിരവധി തവണ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ജോർജ് സോറസിന്റെ സുഹൃത്താണ് ശശി തരൂർ. ഇത്തരം രീതിയിലും കോൺഗ്രസ് ഇന്ത്യയെ ശിഥിലീകരിക്കുന്ന ആശയങ്ങളുമായിട്ട് നിരന്തരമായി ബന്ധം പുലർത്തി എന്നുള്ളതിന്റെ തെളിവാണ്. ജോർജ് സോറസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ശശി തരൂർ മുൻകൈയെടുത്തു. ശശി തരൂരിന്റെ സുഹൃത്തു കൂടിയാണ് ഈ പറയുന്ന ജോർജ് സോറസ്. ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കുവാൻ OCC-CPR ആയി രാഹുൽ ഗാന്ധിയുമായും US ഡീപ്പ് സ്റ്റേറ്റ് ഒത്തുകളിച്ചു എന്നാണ് BJPയുടെ പ്രധാനപ്പെട്ട ആരോപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഗൗതം അദാനിക്കുമെതിരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അമേരിക്ക ഇന്ത്യയെ തകർക്കുവാനുള്ള ചില നീക്കങ്ങളാണ് ഇതിന്റെ പിന്നിൽ. നമുക്കറിയാം 2047 അമേരിക്കയ്ക്ക് മുകളിൽ ഇന്ത്യ ഏതാണ്ട് $45 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ ആയി മാറും. ആ സമയത്ത് അമേരിക്ക ഏകദേശം 35 ട്രില്യണിൽ എത്തി നിൽക്കും. ചൈനയെയും റഷ്യയെയും
അമേരിക്കയെയും പിന്തള്ളിക്കൊണ്ട് 2047 ലോകത്തിലെ ഏറ്റവും വലിയ ആർക്കും തടയാനാവാത്ത സൂപ്പർ പവറായി ഇന്ത്യ വരും എന്നുള്ള വലിയ സൂചനകൾ നിലനിൽക്കെ ഇന്ത്യയെ ഏത് വിധേനയും തകർക്കുവാനുള്ള അമേരിക്കയുടെ നീക്കമാണ്. ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇന്ത്യയിലേക്ക് സമ്പത്തിന്റെയും ലോകത്തെ നിയന്ത്രിക്കുവാനുള്ള ശക്തിയുടെയും ഒന്നാം സ്ഥാനം നഷ്ടപ്പെടരുത് എന്നുള്ള അമേരിക്കൻ ഗൂഢാലോചനയിൽ ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ പങ്കാളികളായി. കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾക്കെതിരെ അക്കമിട്ട് സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ള തെളിവുകൾ പുറത്തുവിട്ടാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, അതുപോലെ തന്നെ തിരുവനന്തപുരം MP ശശി തരൂർ എന്നിവർക്കെതിരെ നിരവധി ആരോപണങ്ങൾ വരികയാണ്. പ്രധാനമായിട്ടും കാശ്മീരിനെ സ്വതന്ത്ര രാജ്യം ആക്കണമെന്നുള്ള ആവശ്യം, രണ്ടാമത് സൗത്ത് ഇന്ത്യയെ ഒരു പ്രത്യേക മേഖല ആക്കണമെന്നുള്ള കട്ടിംഗ് സൗത്തിന്റെ വക്താക്കളായിട്ടുള്ള അമേരിക്കയിൽ ബീജാവാപം ചെയ്തിട്ടുള്ള കട്ടിംഗ് സൗത്തിന്റെ സൂത്രധാരനാണ് ജോർജ് സോറസ്. ഈ ജോർജ് സോറസുമായി നിരന്തരമായിട്ടുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, ശശി തരൂർ എന്നിവർക്കുണ്ട് എന്ന് ഇപ്പോൾ വീണ്ടും വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.